തുർക്കിയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിക വിശ്വാസവും അതിൻ്റെ സംസ്കാരവും ഇല്ലാതാക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. ആർക്കും ഇഷ്ടമുള്ള വേഷം ധരിക്കാന്നായി. അതിനു മുമ്പ് മാറിലേക്ക് ഒരു തട്ടമിടാൻ പാടില്ല, സ്ത്രീകൾക്ക് അതിന് മാറിലേക്ക് തട്ടമിടാൻ പാടില്ല, മുട്ടിന് താഴെ ജോലി കിട്ടുന്നവർക്ക് മുട്ടിന് താഴെ മറക്കാൻ പാടില്ല, അങ്ങനെ തൊടവരയുടെ പകുതി വരെയൊക്കെ എങ്ങനെയൊക്കെയുള്ള സംസ്കാരം വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള അവസ്ഥയിൽ പാടില്ല എന്നതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല, പക്ഷേ ഇത് മതേതരത്വമല്ല. ഇസ്ലാമിന് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ 98% മുസ്ലിങ്ങളുടെ ഒരു രാജ്യത്താണത്. തുർക്കിയുടെ ഒരു അന്നത്തെ പശ്ചാത്തലം അത് ഒരു ഇസ്ലാമിക രീതിയിലേക്കൊക്കെ വന്നിട്ട് അടുത്തുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നത്തെ ഒരവസ്ഥ എന്താണ് 27 വർഷങ്ങൾക്ക് മുമ്പ്? 27 കൊല്ലം മുമ്പത്തെ അന്നത്തെ യാത്രയിൽ, അതായത് 98 ഞങ്ങൾ തുർക്കിയിലെ ഇസ്തംബൂളിലൂടെ ഒരു ട്രാൻസിറ്റ് പാസഞ്ചർ എന്ന നിലയ്ക്ക് യാത്ര ചെയ്തു. അപ്പോൾ 24 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, കാരണം ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ എന്നേ ഉള്ളൂ. പിന്നീടാണ് ഞാൻ തുർക്കിയിൽ 2 പ്രാവശ്യം യാത്ര ചെയ്തത്. അത് ഗൈഡ് എന്ന നിലയ്ക്ക് ഉള്ള യാത്രയിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് തുർക്കി. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള 4 ഖലീഫന്മാർ, പിന്നീട് ഉമ്മവിയ, പിന്നെ അബ്ബാസിയ, അത് കഴിഞ്ഞ ശേഷം പിന്നെ വന്ന നൂറ്റാണ്ടുകളോളം ഭരിച്ച ഒരു മുസ്ലിം ഭരണകൂടമാണ് ഉസ്മാനിയ, ഒട്ടോമൻ എന്ന്. അതിന്റെ തലസ്ഥാനം ആയി പിന്നെ കുറേ കാലം നിന്നിരുന്ന തുർക്കിയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇസ്തംബൂൾ. അപ്പോൾ അവിടെ പിന്നീട് ഭരിച്ച ഒരു കമാൽ പാഷയുണ്ട്, അത്താതുർക്ക് കമാൽ പാഷ എന്ന്. അദ്ദേഹം ഈജിപ്തിലെ തുർക്കിയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിക വിശ്വാസവും അതിന്റെ സംസ്കാരവും ഇല്ലാതാക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. അത് എന്താണ്? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ്. അതെ, അദ്ദേഹത്തിന് ഒരു നിരീശ്വരത്വത്തിനോടുള്ള താല്പര്യം ഒക്കെ ആണ്. ശരിക്കും ഇസ്ലാമിക ചായ അവിടെ നിന്ന് എടുത്തു കളയാൻ പാശ്ചാത്യർ അദ്ദേഹത്തെ നല്ലോണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ നല്ല ഒരു ശതമാനം, 30% ആളുകൾ ഒരു മതമില്ലാത്തവരായി മാറിയിട്ടുണ്ട് അവിടെ. ശരിക്കും അതവിടെ കാണാനുണ്ട്. പക്ഷെ പിന്നെ കുറച്ചെങ്കിലും അവിടെ പിന്നീട് നന്നാക്കി കൊണ്ടുവന്നത്, കുറച്ചെങ്കിലും ശരിയാക്കി കൊണ്ടുവന്നത് ഉർദുഗാനാണ്. ഉർദുഗാൻ, അതായത് ഇന്നത്തെ ഇത്രയൊക്കെ കരങ്ങി പറഞ്ഞ അവസ്ഥയിലും ഉർദുഗാൻ എന്ത് ചെയ്തു? ആർക്കും ഇഷ്ടമുള്ള വേഷം ധരിക്കാന്നായി. അതിനു മുമ്പ് മാറിലേക്ക് ഒരു തട്ടമിടാൻ പാടില്ല, സ്ത്രീകൾക്ക് അതിന് മാറിലേക്ക് തട്ടമിടാൻ പാടില്ല, മുട്ടിന് താഴെ ജോലി കിട്ടുന്നവർക്ക് മുട്ടിന് താഴെ മറക്കാൻ പാടില്ല, അങ്ങനെ തൊടവരയുടെ പകുതി വരെയൊക്കെ എങ്ങനെയൊക്കെയുള്ള സംസ്കാരം വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള അവസ്ഥയിൽ പാടില്ല എന്നതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല, പക്ഷേ ഇത് മതേതരത്വമല്ല. ഇസ്ലാമിന് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ 98% മുസ്ലിങ്ങളുടെ ഒരു രാജ്യത്താണത്. എന്നിട്ട് അങ്ങനത്തെ അവസ്ഥ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് ക്രമേണ പക്വതയിൽ മാറ്റിക്കൊണ്ടുവന്നിട്ട് തയ്യിബ് ഉർദുഗാൻ എന്ത് ചെയ്തു? അവിടെ രാജ്യത്ത് ഇനി അവിടുന്ന് ആർക്കും ഏത് വേഷവും ധരിക്കാമെന്നാക്കി. അതുകൊണ്ട് നല്ലത് പിന്നെ പർദ്ദയിട്ട് നടക്കുന്നവരുണ്ട്, നിക്കാബ് കെട്ടുന്നവരുണ്ട്, അതൊന്നും അല്ലാതെ വെറും ഫാഷനിൽ നടക്കുന്ന അങ്ങനത്തെ വെറും ഇസ്ലാമിക ഒന്നും ഇല്ലാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം മാഷാ അല്ലാഹ്. അന്ന് അപ്പം ഹിജാബിനില്ല, ഷാൾ ഇടാനില്ല, പിന്നെ അതുപോലെ തന്നെ ഒരു പർദ്ദ ഇടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല പബ്ലിക് സ്ഥലങ്ങളിലൊന്നും. അപ്പൊ ഈ പള്ളികള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? മുസ്ലിം പള്ളികളൊക്കെ ഉണ്ട്. അതിന് പുരുഷന്മാർക്ക് താടി വെക്കാൻ, അതുപോലെ തലപ്പാവ്, ഇതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. താടി വെക്കുന്നത് വെച്ചാൽ അവിടെ പല കാര്യങ്ങൾക്കും പിന്നെ വിഷമം ഉണ്ടാവും. പിന്നെ അവരുടെ ജീവിതത്തിലെ പല പ്രൊസീജിയറുകൾക്കും വിഷമം ഉണ്ടാവും എന്നുള്ളത്. താടി വെക്കാൻ എന്നത് കർശനമാക്കി തടഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും. ശരിക്കും തുർക്കി യൂറോപ്യൻ രാജ്യമാണോ? തുർക്കി യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ട് തുർക്കിയിലെ കുറച്ച് ഭാഗം യൂറോപ്പിലുള്ള ബോസ്ഫറസ് കടലിടുക്ക് എന്ന് പറഞ്ഞ കടലിടുക്കുണ്ട്. കരിങ്കടലിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അതിന്റെ കുറച്ച് ഭാഗം അവിടെയാണ് യൂറോപ്പിൽ ഉള്ള, ഇസ്തംബൂൾ സിറ്റിയുടെ കുറച്ച് ഭാഗമാണ് യൂറോപ്പിൽ. ബാക്കി തുർക്കിയുടെ ഭാഗങ്ങളൊക്കെ ഏഷ്യയിലാണ്. തലസ്ഥാനമായ അങ്കാറ ഉൾപ്പെടെ. യൂറോപ്യൻ യൂണിയനിൽ അവർക്ക് അംഗത്വം യൂറോപ്യൻ യൂണിയനിൽ അംഗത്വത്തിന് അവർ ശ്രമിക്കുന്നുണ്ട് നല്ലോണം ഉണ്ടായിട്ട്. അപ്പോൾ അംഗത്വം കിട്ടിക്കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ശ്രമിക്കുന്നുണ്ട്. അതിന് പൊതുവെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ തുർക്കി ശാന്തമാണ്. ഇപ്പൊ തുർക്കിയുടെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഇപ്പൊ ശാന്താണ്. താരതമ്യേന എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോലും എനിക്ക് തന്നത് ഉർദുഗാൻ ഒരു പക്വതയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരൊറ്റടിക്ക് എന്തായാലും അള്ളാഹിന്റെ റസൂലിനെ പോലും അള്ളാഹ് 23 കൊല്ലം കൊണ്ടാണ് റസൂലുള്ള അവസ്ഥ മാറ്റിയത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ ശ്രമം കൊണ്ട് അദ്ദേഹം കുറെ മതത്തിന്റെ സ്വാതന്ത്ര്യം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ഏതായാലും തുർക്കിയിൽ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞങ്ങളെ കൊണ്ടുവന്ന ഗൈഡ് അങ്കാറയിൽ ഞങ്ങളെ ജുമായക്കാണ് കയറ്റിയിട്ട് മുസ്മാൻ എന്ന പേര് അയാൾ മാറിയിരുന്നു. നിസ്കരിക്കാത്തവരും അവിടെ ദീനില്ലാത്തവരും നേരത്തെ പറഞ്ഞു 19% ആൾക്കാർ ഒക്കെ വളരെ ദീന കുറവാണ്. അങ്ങനെ അയാൾ സഹായമൊക്കെ ചെയ്തിരും, പക്ഷേ അയാൾ നിസ്കരിക്കൂല, അത് ഒന്നും ദീനില്ല, അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ്. വേഷങ്ങളാണെങ്കിൽ വളരെ മോശം, അങ്ങനെയൊക്കെ അവസ്ഥ. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് ഉർദുഗാൻ പ്രദേശം ദീനിലായിട്ട് നടക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യം പള്ളികളുണ്ട്, അവിടെ നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ട്.